സുഹൃത്തുക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നേമം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന നിലവിലെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയെ അരിവാൾ ചുറ്റുക നക്ഷത്രം അടയാളത്തിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ വോട്ട് നൽകി വൻപിച്ച ഭൂരിപക്ഷത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ പാപ്പനംകോട് വാർഡ് പ്രദേശത്ത് ഈ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് അല്പസമയം മുമ്പ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറുമായിട്ടുള്ള സർ ആർ പി ശിവജി ഇവിടെ അല്പസമയത്തിനകം സംസാരിക്കും. പ്രിയമുള്ളവരെ, ഈ കൺവെൻഷനോടുകൂടി ഈ പ്രദേശത്ത് ചിട്ടയായ പ്രവർത്തനം നടത്തിക്കൊണ്ട് ആ സഖാവ് ഈ നാട്ടിൽ ചെയ്ത സേവനങ്ങൾക്കും ആ സഖാവ് ഈ നാട്ടിൻ്റെ വികസനത്തിന് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത കാര്യങ്ങളും ഒരു ഗുണമായി എടുത്തുകൊണ്ട് ഈ പ്രദേശ നാട്ടുകാർ വൻപിച്ച ഭൂരിപക്ഷത്തെ ആ സഖാവിനെ വിജയിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനത്തിനും ഏർപ്പെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ജനനേതാവാണ് വീണ്ടും ഈ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയം നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വികസന ജനക്ഷേമ പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഈ കേരളത്തിലെ സമസ്ത മേഖലയും തകർന്നടിഞ്ഞു കിടക്കുകയായിരുന്നു. ആ തകർച്ചയിൽ നിന്ന് ഇന്ന് നവകേരള നിർമ്മിതിയാണ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ കേരളത്തിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. 600 രൂപ ക്ഷേമ പെൻഷൻ 18 മാസം കുടിശ്ശികയിട്ട UDF ഗവൺമെൻറ് മാറി LDF ഗവൺമെൻറ് വന്നപ്പോൾ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു ഘട്ടം ഘട്ടമായി ഇന്നിപ്പോൾ 2000 രൂപ പെൻഷൻ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. 1 മണിക്കൂറും 2 മണിക്കൂറുമെല്ലാം തന്നെ പവർ കട്ടിൻ്റെ സാഹചര്യമാണ് കേരളത്തിലുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 10 വർഷക്കാലം കൊണ്ട് നമുക്കാർക്കും തന്നെ പവർ കട്ടിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം പോലുമില്ല. പശ്ചാത്തല വികസന സൗകര്യത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ളൊരു ചിന്താഗതി പശ്ചാത്തല വികസന കാര്യത്തിന് വലിയ പ്രാധാന്യമൊന്നും നൽകുന്നില്ല. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ പണം കണ്ടെത്തുന്നത് എന്ന പൊതുവിലൊരു സംസാരമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കിഫ്ബി വഴി അടിസ്ഥാന പശ്ചാത്തല വികസന കാര്യത്തിലെല്ലാം തന്നെ വൻപിച്ച കുതിച്ചുകയറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ട പ്രദേശങ്ങളെ അടക്കം പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോടാനുകോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പാലങ്ങളടക്കം നിർമ്മിച്ചുകൊണ്ട് ഈ കേരളത്തിലെ എല്ലാ PWD റോഡുകളും ചെറിയൊരു മഴ പെയ്താൽ പൊട്ടിപ്പൊളിഞ്ഞ് ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിന്ന് ഇന്ന് PWD റോഡുകളെല്ലാം തന്നെ BMDC നിലവാരത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളുടെ കുഴി 2011-2016 കാലയളവിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർമാരില്ല, മരുന്ന് സമയത്തിന് കിട്ടുന്നില്ല. അങ്ങനെ 100,000 പരാതികളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ ആരോഗ്യമേഖല രാജ്യത്തിന് മാതൃകയാവുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരവും പ്രൈമറി ഹെൽത്ത് സെന്ററിലടക്കം ഡോക്ടർമാരുടെ സേവനമുണ്ട്. ഇങ്ങനെ ഒരു ഗവൺമെന്റിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട്, ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ മേഖലയിലും വലിയ മാറ്റമാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിരുന്ന അവസരത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ എന്തായിരുന്നു? ലക്ഷക്കണക്കിന് കുട്ടികളെയാണ്
രക്ഷകർത്താക്കൾ ഈ സർക്കാർ സ്കൂളിൽ പഠിച്ചാൽ തന്റെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു കയറാൻ കഴിയില്ല, ഗുണനിലവാരമില്ലാത്ത വിദ്യാഭ്യാസമാണ് നിലവിലുള്ളത് എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രക്ഷകർത്താക്കൾ ഉൾപ്പെടെ അവരുടെ കെട്ടുകാലി അടക്കം പണയം വെച്ചുകൊണ്ട് മാസം തോറും 20,000 25,000 രൂപ ഫീസ് കൊടുക്കുന്ന സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റിക്കൊണ്ടുപോയി. ഏതാണ്ട് 5 ലക്ഷത്തോളം വിദ്യാർത്ഥികളെയാണ് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടുപോയത്. സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വേണ്ടി മാനേജർമാർ വരിയായി അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റം വരുത്തി. അതിന്റെ ഭാഗമായി 12 ലക്ഷം വിദ്യാർത്ഥികൾ സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെ PC വാങ്ങി സർക്കാർ സ്കൂളിൽ കൊണ്ടു ചേർത്തു. 45,000-ഓളം വരുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, എല്ലാ വിദ്യാലയങ്ങൾക്കും പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങൾ മാറ്റി മനോഹരമായിട്ടുള്ള പുതിയ ബഹുനില മന്ദിരങ്ങൾ നിർമ്മിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുമെല്ലാം തന്നെ സമ്പൂർണമായ മാറ്റം കൊണ്ടുവന്ന് പാഠ്യപദ്ധതി പരിഷ്കരിച്ച് സമയത്തിന് ഇവിടെ BJPയുടെ നേതാവായിട്ടുള്ള ശ്രീ രാജഗോപാലായിരുന്നു MLA. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ഈ മണ്ഡലത്തിനകത്ത് എന്തെങ്കിലും ഒരു വികസന പദ്ധതി നടപ്പിലാക്കിയതായി നമുക്കാർക്കെങ്കിലും ചൂണ്ടിക്കാണാൻ വേണ്ടി കഴിയുമോ? 2016-2021 കാലഘട്ടത്തിലുണ്ടായ കുറവടക്കം പരിഹരിച്ചുകൊണ്ട് ഈ നിയമമണ്ഡലത്തിന്റെ സമഗ്രമായിട്ടുള്ള പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വികസന പദ്ധതികളാണ് 950 കോടി രൂപയിലൂടെ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ജനക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും വീണ്ടും തുടരേണ്ടതായിട്ടുണ്ട്. പക്ഷേ അക്കൗണ്ട് ഫണ്ട് ഓപ്പൺ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് അത് സീറോ പ്രിയം. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ പുന്നയ്ക്കാമുകൾ വാർഡ് കൗൺസിലറും CPIMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള നമുക്കേവർക്കും പ്രിയപ്പെട്ട സഖാവ് RP ശിവജിയാണ്. ആ സഖാവിനേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ കൺവെൻഷനിൽ അധ്യക്ഷനായിരിക്കുന്നത് CPIയുടെ പാപ്പനംകോട് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട സഖാവ് മേലാങ്കോട് ശിവകുമാർ ആ സഖാവിനെ സ്വാഗതം ചെയ്യുന്നു. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന നിയോജക മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും CPIയുടെ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ അംഗവും നിയമം മണ്ഡലം സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് പാപ്പനംകോട് അജയനെ ഏറെ സ്നേഹത്തോടെ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരായ സഖാക്കൾ വിപിൻ ചന്ദ്രൻ, അഡ്വക്കേറ്റ് ശ്രീ സിന്ധു, സഖാവ് നീറമങ്കര വിജയൻ, അതുപോലെ തന്നെ സഖാവ് സുജിത്ത്, ആശാ പി നായർ തുടങ്ങിയ നേതാക്കന്മാരെ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ കൺവെൻഷൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ടെലികോം ജീവനക്കാരുടെ ദേശീയ നേതാവായിരുന്ന സഖാവ് PS രാമൻകുട്ടി സാറിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈശ്വരൻ നമ്പൂർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ പങ്കെടുക്കുന്ന ജയരാജ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. മുൻ പഞ്ചായത്ത് അംഗവും CPIMന്റെ നേതാവുമായിരുന്ന സഖാവ് MK അനിൽകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻകുട്ടി സാറിനെയും ഇവിടെ വിവിധ ബൂത്തുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മണ്ഡലം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പാപ്പനംകോട് മേഖലാ കമ്മിറ്റിയുടെ കൺവെൻഷനാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ സ്ഥാനാർത്ഥിയും നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയുമായ സഖാവ് ശിവൻകുട്ടിയെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വിജയിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് വേണ്ടി CPIയുടെ ജില്ലാ കമ്മിറ്റി അംഗവും മുഴുവൻ വാർഡ് കൗൺസിലറുമായ സഖാവ് ശിവജി സഖാവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നേമം നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് ശിവൻകുട്ടിയുടെ
തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കും മറ്റ് പ്രവർത്തനങ്ങൾക്കും രൂപം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൺവെൻഷൻ ഇവിടെ ചേരുന്നത്. ശ്രീ ശിവൻകുട്ടിയെ സംബന്ധിച്ച് നമുക്ക് അഭിമാനാർഹമായ ഒരു വ്യക്തിത്വമായിട്ടാണ് പൊതുസമൂഹം കാണുന്നത്. അതിൻ്റെ ഏറ്റവും മികച്ച മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിന് വേണ്ടി നടത്തിയ അഭിപ്രായ സർവേയിൽ ഏറ്റവും ശിവൻകുട്ടിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനം സൃഷ്ടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ ശിവൻകുട്ടി. ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്വങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുക എന്നുള്ളതും ശ്രീ ശിവൻകുട്ടിയുടെ പ്രത്യേകതയാണ്. അദ്ദേഹം പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ വളരെ വിവാദങ്ങൾക്കിടയാക്കിയ മാലിന്യ സംസ്കരണത്തിന് അന്നത്തെ ഘട്ടത്തിൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. മാലിന്യ സംസ്കരണം വലിയൊരു വെല്ലുവിളിയായി അനുഭവപ്പെട്ടാതിരുന്നൊരു കാലഘട്ടത്തിലാണ് ലോകത്ത് തന്നെ ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ് നഗരമാലിന്യം കൈകാര്യം ചെയ്യുന്ന വിഷയം. അന്ന് ലോകത്ത് അതൊരു പ്രധാന പ്രശ്നമായിരുന്നില്ല ശ്രീ ശിവൻകുട്ടി മേയറായിരിക്കുമ്പോൾ. പക്ഷേ അദ്ദേഹം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിൻ്റെ മാലിന്യ പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള ശ്രീ വി ശിവൻകുട്ടി നിർവഹിച്ചത് എന്ന് ആ പറഞ്ഞ വാക്കുകൊണ്ട് തന്നെ നാവുകൊണ്ട് തന്നെ തിരുത്തി പറയുവാൻ സതീശൻ തയ്യാറായി. അതാണ് ശ്രീ വി ശിവൻകുട്ടി. SFIയുടെ സംസ്ഥാന ഭാരവാഹിയായിരിക്കുമ്പോൾ ഈ സംസ്ഥാനത്തെ വിദ്യാർത്ഥി സംഘടനയുടെ ചടുലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം, ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിസ്സഹായമായി നിൽക്കും, ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും വൈകാരികമായി ഇടപെടുകയും ചെയ്യും. ഇതിനെല്ലാം ഈ സമൂഹം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനകീയനായ സ്ഥാനാർത്ഥിയാണ് ശ്രീ വി ശിവൻകുട്ടി. ഈ 140 മണ്ഡലങ്ങൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഓരോരുത്തർക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വങ്ങൾ അന്തർലീനമാണ്. അതെല്ലാം മനുഷ്യരിലും ആ വ്യക്തിത്വം അന്തർലീനമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിലും ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിലും ഒരു വ്യക്തിത്വം രൂപപ്പെട്ടിട്ടുണ്ട്. ആ വ്യക്തിത്വമാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നത്. ആ നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1900 കർഷകനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1956 മുമ്പ് കേരളത്തിൽ കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാവാക്യം ഒരു രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തിനകത്ത് ജന്മിത്വം അവസാനിപ്പിച്ച ഏക സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കിയ ഏക സംസ്ഥാനം കേരളമാണ്. ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ടായിരുന്നു, ജനയുഗത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, ദീപികയിൽ വന്നിട്ടുണ്ട്, ജന്മഭൂമിയിലും വന്നിട്ടുണ്ട്. ആ പരസ്യം എന്തായിരുന്നു? അവിടെ പറയണം. ആ വാർത്തകൾ വായിച്ച് സാധാരണ ജനം പെട്ടെന്ന് ഞെട്ടി. ഇതൊന്നും ആയിരുന്നില്ലല്ലോ തലേ ദിവസം വരെ നമ്മൾ വായിച്ചതും അറിഞ്ഞതും കേട്ടതും. അതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ കാര്യങ്ങൾ. എല്ലാ വാർത്തകളും കൊടുത്തിരിക്കും. ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീമാൻ ആര്യാടൻ മുഹമ്മദ് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത്, പത്രസമ്മേളനം നടത്തുന്ന പടവും കൊടുത്തിരുന്നു. വിദ്യാലയങ്ങൾ പൂട്ടുന്നു. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല ലോകത്തിന്റെ മുന്നിൽ അങ്ങേയറ്റം ശ്രദ്ധേയമായ ഒരു മേഖലയാണ്, ഒരു പങ്ക് നിർവഹിച്ചതാണ്. നിങ്ങൾക്കറിയാമല്ലോ, 1957 EMSന്റെ ഗവൺമെന്റ് അന്ന് നടപ്പാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിന്റെ അതിന്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുവന്ന നിയമമാണ് വിദ്യാഭ്യാസ നിയമം.
ആ വിദ്യാഭ്യാസ നിയമത്തിന്റെ ഭാഗമായിട്ട് ജീവനക്കാർക്കും അധ്യാപകർക്കും ഉണ്ടായ സേവന വേതന വ്യവസ്ഥയിലുള്ള കൃത്യമായ നയരൂപീകരണം മാത്രമല്ല, എല്ലാ പഞ്ചായത്തുകളിലും ഒരു സർക്കാർ ഹൈസ്കൂൾ ആരംഭിക്കുക, എല്ലാ താലൂക്കുകളിലും ഒരു കോളേജ് ആരംഭിക്കുക, 7ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ജനസംഖ്യയുടെ എത്രയോ 140 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ വെറും 3.5 കോടി ജനസംഖ്യയാണ് കേരളത്തിന്റെ. അവിടെ ഈ 3 സർവകലാശാലകൾ ഉണ്ട് എന്നുള്ളത് കാണണം. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോലും വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ സർക്കാരിന് സാധിച്ചു. അതേമാതിരി അടിസ്ഥാന മേഖലയിൽ നിങ്ങൾ കാണുന്നില്ലേ, ഓരോ നിർമ്മിതിയും ലോകത്തിന് അത്ഭുതങ്ങൾ സമ്മാനിക്കുകയാണ്. പണ്ട് നമ്മളിങ്ങനെ അന്തം വിട്ട് നിന്നിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളുടെ റോഡുകളുടെ വികസനം കാണുമ്പോൾ, മറ്റു രാജ്യങ്ങളിലെ അടിസ്ഥാന മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, കേരളം എന്നാണ് അതിലേക്ക് എത്തുക എന്ന് ചിന്തിക്കും. ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ പെരുമ്പളം പാലം, നിങ്ങൾ വായിച്ചറിഞ്ഞതാണല്ലോ. എത്രയോ വർഷങ്ങളായി ആ ദ്വീപ് നിവാസികളുടെ ആഗ്രഹമാണ് സഫലീകരിക്കപ്പെട്ടത്. ഇവിടെ ഈ പാറശാല മണ്ഡലത്തിലെ കുമ്പിച്ചാൽക്കടവ് പാലം ഒരു ആദിവാസി ഊരിനെ പൊതുസമൂഹവുമായി ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കുമ്പിച്ചാൽക്കടവ് പാലം, അതിന്റെ ഉദ്ഘാടന വേള നമുക്ക് മറക്കാനാവാത്ത ആഘോഷമായി മാറി. ഇപ്പോഴും ആ കുമ്പിച്ചാൽക്കടവ് പാലം ഇവിടെയുള്ള ആളുകളും കാണാൻ പോകുന്നുണ്ട്. ഇവിടെ മിനിഞ്ഞാന്ന് ഇവിടെ ആരുടെ സംസാരിച്ചപ്പോൾ അവര് അത് കാണാൻ പോയെന്നാണ് എൻ്റെ പറഞ്ഞത്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാഷണൽ ഹൈവേ അതോറിറ്റി കേരളത്തിന്റെ ദേശീയപാത വികസനം ഉപേക്ഷിച്ച് ആഫീസ് പൂട്ടി താഴിട്ട് പൂട്ടി പോയവരാണ്. 2016 സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് അന്ന് പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്നത്തെ പ്രധാനമന്ത്രി അങ്ങനെ കേരളത്തിനകത്ത് വികസനത്തിന്റെ വിസ്മയകരമായ ഒരു ലോകം സൃഷ്ടിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞത് തുടർ ഭരണത്തിന്റെ ഭാഗമായിട്ട് സാധാരണ ഉണ്ടാകുന്ന 5 വർഷം ഇടവേളകളില്ലാതെ തീർക്കാറുള്ള സംശയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ക്ഷണിക്കും. ശാസ്ത്രമുള്ള പ്രിയപ്പെട്ടവരെ, സ്നേഹസമ്പന്നരായിട്ടുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, നടക്കാൻ പോകുന്ന സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം RP ശിവജി ഇവിടെ നന്നായി തന്നെ വിശദീകരിച്ച് നൽകിയിരിക്കുകയാണ്. ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ എന്നെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ MLA ആയി തിരഞ്ഞെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലും തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിലും എനിക്ക് പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കുകയുണ്ടായി. ഈ 2 വകുപ്പും കേരളത്തിലെ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട വകുപ്പാണ്. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ സത്യസന്ധമായും മാന്യമായും നിയമപരമായും ചെയ്തെടുത്തിട്ടുണ്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഫലമായി തന്നെ രാജ്യത്തെ ഏറ്റവും മുന്തിയ വിദ്യാഭ്യാസ നിലവാരമുള്ള സംസ്ഥാനമാണ്. അക്കാദമിക് നിലവാരത്തിൽ 2ാം സ്ഥാനത്തേക്ക് കരസ്ഥമാക്കുവാൻ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്
കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും എല്ലാ രംഗത്തും വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നേമം മണ്ഡലത്തിൽ ചെയ്ത 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ മുഖ്യമായിട്ട് വിദ്യാഭ്യാസ രംഗത്തെ കാര്യമാണ് ശ്രദ്ധിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ നമ്മുടെ മണ്ഡലത്തിൽ 23 സ്കൂളുകളാണുള്ളത്. ഹൈസ്കൂളും LP സ്കൂളും UP സ്കൂളുമായി 19 സ്കൂളിലും പുതിയ കെട്ടിടം കെട്ടാൻ എനിക്ക് കഴിഞ്ഞു എന്നത് അഭിമാനത്തോടുകൂടി തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുവാനെന്ന് ഞാൻ ആഗ്രഹിക്കുക. ചരിത്ര സംഭവമാണ്. ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനത്തും അങ്ങനെ നടന്നിട്ടില്ല. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ഒരു മണ്ഡലത്തിലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. 1 കോടി രൂപ മുതൽ 13 കോടി രൂപ വരെ ചെലവഴിക്കുകയാണ്. 13 കോടി രൂപ ചെലവഴിച്ചത് നമ്മുടെ വാഴമറ്റ സ്കൂളിലാണ്. കോവളത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട്. കോളത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക, വാഴമറ്റം ലക്ഷ്യം ചെല്ലുമ്പോൾ അമ്പരചുംബിയായി പാവങ്ങൾ പഠിക്കുന്ന 1500 കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂള് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരുടെ സാധാരണക്കാരിൽ വേണ്ടി നിർമ്മിച്ച കെട്ടിടമാണ്. ഇന്ന് അവിടെ ലിഫ്റ്റുണ്ട്, എയർ കണ്ടീഷൻ റൂമുണ്ട്, സ്മാർട്ട് ക്ലാസ് ഉണ്ട്. നമ്മുടെ കുട്ടികളും ഇതെല്ലാം പ്രയോജനപ്പെടുത്തട്ടെ എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുകൂടാതെ നമ്മുടെ നേമത്തെ ആശുപത്രി ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ ആർക്കും ആശുപത്രിയിൽ പോകേണ്ട ഒരു സാഹചര്യം ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ആശുപത്രി പോകുന്ന ആർക്കും താല്പര്യമില്ലല്ലോ. നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകേണ്ടി വന്നാൽ 30 കോടി രൂപ മുടക്കിയാണ് ആശുപത്രി ഇപ്പോൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. 8 നില കെട്ടിടവും ഒരു 3 നില കെട്ടിടവും എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി ഒരു ആശുപത്രി സജ്ജമാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ കായിക രംഗത്തായിരുന്നാലും അതേപോലെ തന്നെ കുട്ടികളുടെ സ്പോർട്സ് രംഗത്തിറങ്ങാനും പുതിയൊരു ഐക്യ കൊണ്ടുവരുന്നത് നമ്മുടെ നേമം മണ്ഡലത്തിൽ. അത് കിള്ളിപ്പാലം സ്കൂളിലാണ് ഐറ്റിയുടെ പ്രവർത്തനം നടക്കുന്നത്. സാധാരണഗതിയിൽ ഐറ്റി 5 വർഷക്കാലം കൊണ്ടൊന്നും സ്ഥാപിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ചാക്ക ഐറ്റി ഉണ്ട്, അതുപോലെ തന്നെ വനിതാ ഐറ്റി ഉണ്ട്, നെയ്യാറ്റിങ്കര ഐറ്റി ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് അനുവദിക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷേ ഐറ്റിയുടെ മന്ത്രി എന്നുള്ള നിലയിൽ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നേമത്തുകാർക്ക് ഞാൻ നൽകിയ സംഭാവനയാണ് ഈ ഐറ്റി എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. 4 കോഴ്സുകളാണ് ഉള്ളത്. നമ്മുടെ അവിടുത്തെ ഗവൺമെൻറ് സ്കൂളിലാണ് സ്ഥലം അനുവദിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി വകുപ്പും കൂടി എനിക്ക് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സ്ഥലം അനുവദിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ മറ്റു കാര്യങ്ങളെത്തിക്കുന്ന പോകുന്നില്ല. എന്നെ സമീപിച്ചിട്ടുള്ളവർ, എന്നെ ഏതെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി സമീപിച്ചിട്ടുള്ളത് ഒരിക്കലും നിരാശയോടെ മടങ്ങിപ്പോകാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. അവരെ എന്നെ സമീപിച്ചിട്ടുള്ള 100% ആൾക്കാരും പാവപ്പെട്ടവരും സാധാരണക്കാരുമാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു വഴിയുടെ പ്രശ്നം, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ ഒരു ജോലിയുടെ പ്രശ്നം, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരു ഫണ്ട് കിട്ടുന്ന പ്രശ്നം. അങ്ങനെ പാവപ്പെട്ടതിൻ്റെയും സാധാരണക്കാരൻ്റെ വിയർപ്പിൻ്റെ മണം അറിഞ്ഞവരാണ് ഈ സുഹൃത്ത്. എനിക്ക് വേണ്ടി തീർച്ചയായിട്ടും പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരൻ്റെയും പ്രശ്നങ്ങൾ നല്ലവണ്ണം എനിക്കറിയാമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വലിയ സമ്പന്നനൊന്നുമല്ല. ഇവിടെ വലിയ സമ്പന്നന്മാർ മത്സരിക്കുന്നുണ്ട്. കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ളവർ മത്സരിക്കുകയാണ്. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് നേരിടാൻ കഴിവുള്ളവർ മത്സരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ സഖാക്കളും സുഹൃത്തുക്കളുമാണെന്നുള്ള കാര്യം ഞാനിവിടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. 5 വർഷക്കാലം അല്ല 10 വർഷക്കാലം ഞാൻ എങ്ങനെയാണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുള്ളത്, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നാൽ ഔദ്യോഗിക വസ്തുവായിരുന്നാലും സ്വകാര്യ വീടായിരുന്നാലും എല്ലാം നിങ്ങളുടെ വസതിയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആ നിലയിലുള്ള പരിഗണനയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ളത്. തീർച്ചയായും ഇനിയും നമുക്ക് 3ാമതൊരു ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി നിങ്ങൾ എന്നെ കൂടി തിരഞ്ഞെടുക്കണമേ എന്ന് നല്ല വിനയത്തോടുകൂടി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
വേദിയിലേക്ക് വേണ്ടി CPIയുടെ മണ്ഡലം സെക്രട്ടറി സഖാവ് പാപ്പനംകുടി അജയനെ ആദരപൂർവ്വം ക്ഷണിക്കും. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ കൺവെൻഷൻ്റെ അധ്യക്ഷൻ സഖാവ് മലാകല സൗമായിട്ടുള്ള സഖാവ് RP സിരിജി ഇവിടെ നമ്മുടെ വോട്ട് അഭ്യർത്ഥിച്ചു പോയ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഈ നാടിൻ്റെ വികസനം എങ്ങനെ എടുക്കണമെന്ന് നമുക്ക് കാണിക്കുന്ന MLAയും മന്ത്രിയുടെ സ്ഥാനാർത്ഥിയും UDFിൻ്റെ സ്ഥാനാർത്ഥിയും ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥിയും ഇവിടെ മത്സരിക്കുന്നു. ഇവിടെ നാം ആറുപക്ഷം നിൽക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ 50 ഗവൺമെന്റ് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളെ 2026 ആകുമ്പോൾ തുടർച്ചയായുള്ള 2 ട്രെയിൻ നാം പതിനും ഹൈടെക് നിലവാരത്തിലേക്ക് അവിടെ പിടിക്കാനായിട്ടുള്ള എല്ലാ പ്രവർത്തന സാഹചര്യം ഒരുക്കിക്കൊടുക്കുന്ന സർക്കാർ അവന് പാഠപുസ്തകവും വസ്ത്രവും കൊടുത്തു. തന്റെ കുട്ടികളെ കടയിലിരിക്കാതിരിക്കാൻ പെൺകുട്ടി കൊടുത്തു. പുതിയ കാലത്ത് കമ്പ്യൂട്ടറിന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു. വിദ്യാഭ്യാസ മേഖല സാധാരണക്കാരുടെ അനിവാര്യമായ ഘടകമാണെന്ന് തിരിച്ചറിയിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനവും നമ്മുടെ MLAയും നമ്മുടെ മന്ത്രിയുമായിട്ടുള്ള സഖാവ് B. ശ്രീകുട്ടി അടയാളപ്പെടുത്തുകയാണ് ഇന്ന് കാണുന്ന കേരളത്തിന്റെ രൂപമാറ്റം ആയിട്ടുള്ള വിദ്യാഭ്യാസ മേഖല. ആരോഗ്യ മേഖലയും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നാം കയറിക്കൊടുക്കാൻ വീടില്ലാതെ എത്രയോ മനുഷ്യർ ജന്മത്തെ നാടുഭാഗത്തെ ഉണ്ടായിരുന്ന കേരളത്തിൽ 57 ഗവൺമെന്റ് ആരംഭിച്ച MN ഭവന പദ്ധതിയും ലക്ഷഭവന പദ്ധതിയും EMS ഭവന പദ്ധതിയിൽ നിന്നാണ് നാം ഇപ്പോൾ ലൈഫ് പദ്ധതിയിലൂടെ 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് കൊടുത്ത ഒരു സർക്കാർ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരാണെന്ന് നമുക്ക് ആണയിട്ട് പറയാൻ കഴിയുന്നവന് തർക്കമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 ലക്ഷം കുടുംബങ്ങൾക്കാണ് ലൈഫ് പദ്ധതിയിലൂടെ വീട് കൊടുക്കാൻ തയ്യാറായ ഒരു ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് അല്ലാതെ മറ്റൊരു ഗവൺമെന്റിനും അതിന് കഴിയുന്നില്ല. നാം നമ്മുടെ സാധാരണക്കാരായ മനുഷ്യർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. 45-50 രൂപയിൽ തുടങ്ങിയ പെൻഷൻ ഈ സർക്കാർ എല്ലാ പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നപ്പോഴും സാധാരണക്കാരുടെ ജീവൽ പ്രശ്നമാണ് ഞങ്ങൾ കാണുന്നത് എന്ന് തിരിച്ചു പറഞ്ഞുകൊണ്ടാണ് 1600 രൂപയിൽ നിന്നും 2000 രൂപ പെൻഷൻ കൊടുക്കാൻ തയ്യാറായ ഏക സർക്കാർ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരാണെന്ന് നമുക്ക് ആണയിട്ട് പറയാൻ കഴിയും. ജനങ്ങൾക്ക് അത് മറന്നുകൂടാ. ഇപ്പോൾ നമ്മുടെ സഹോദരന്മാർ വീട്ടിലിരിക്കുന്നവർക്ക് 1000 രൂപ കൊടുക്കാൻ തയ്യാറായ ഒരു ഗവൺമെന്റ് എടുപ്പോൾ ഉത്തരവിൽ ഇടവേളയിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞത് ഈ സർക്കാർ ആയതുകൊണ്ടാണ് അവസാന നാളുകളിൽ 100 കണക്കിന് വീട് ആ വയനാട് പ്രദേശത്ത് വെച്ചു കൊടുക്കാൻ ഈ ഗവൺമെന്റ് സദാ പിണറായി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതും ഈ കാലത്ത് നാളെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നേർസാക്ഷിയായി കാണാൻ കഴിയുന്നതാണെന്നും ജനങ്ങൾ മറന്നുവിടാം. സാക്ഷാൽ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്നല്ലോ. ഈ വയനാട് ദുരന്തത്തിലേക്ക് വന്നിട്ട് കൊച്ചിനെ ഇടുപ്പത്തിൽ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോയി. കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇപ്പോൾ അവസാന അവിടുത്തെ ഒരു കുറ്റയെടുത്ത് മടിയിലെത്തി ആ കൊച്ചു സുന്ദരമായ പൂക്കൾ വിരിയുന്നതുപോലെ സാക്ഷാൽ നമ്മുടെ പിണറായി വിജയൻ മുഖത്തിലേക്ക് പിന്തിരിച്ചു കൊണ്ട് കുറ്റവും ഇടവും നഷ്ടപ്പെട്ടപ്പോൾ പേര് കൊടുക്കാൻ പോലില്ലെങ്കിലും ഒരു പുതിയ വീടിനെ സാക്ഷാത്കരിച്ചു കൊടുക്കാൻ 100 കണക്കിന് വീടുകൾക്ക് കൊടുക്കാൻ കഴിയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണെന്ന് നമുക്ക് ആണയിട്ട് പറയാൻ കഴിയുന്ന കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് കൂടി നമുക്ക് ഓർമ്മിപ്പ് കൊടുക്കണം. അങ്ങനെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. എല്ലാ ദുരന്ത മുഖങ്ങളുണ്ടായപ്പോഴും രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തിരിഞ്ഞു നിന്ന് ഒരു നയാ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നവരെയാണ് നമുക്ക് ആവശ്യം. 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളെ ഈ കേരളത്തെ നമുക്ക് അടയാളപ്പെടുത്തി കാണാൻ കഴിയും. നേമം മണ്ഡലത്തിന്റെ വികസനം 950 കോടി രൂപയുടെ വികസനമാണ് സാക്ഷാൽ B. ശ്രീകുട്ടി എന്ന MLAയും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും 950 കോടി രൂപയാണ് നേമം മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചത്. തോടുകൾ, പാലങ്ങൾ, സ്കൂളുകളുടെ കാര്യമെല്ലാം പറഞ്ഞല്ലോ. അങ്ങനെ വികസനത്തിന്റെ മുഖമായി നോക്കുന്ന ഒരാള്, സാധാരണക്കാരന്റെ ജീവൽ പ്രശ്നങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ആള്, അവന്റെ അരികിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്നവരാണ് ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിലുള്ളത്. ഇപ്പൊ പറഞ്ഞു പോകുന്നു, അദ്ദേഹത്തിന്റെ ബന്ധുവിനെ പോയി നോക്കണം. MLA അല്ലായിരുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. ഏത് പ്രശ്നങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കുകയും വിളിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരെ അപ്പോൾ വിളിക്കുകയും അതൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കാൻ സാധാരണക്കാരന്റെ
ലീഗൽ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് പിടിക്കുന്നവരാണ് എക്കാലവും കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ പ്രസ്ഥാനം അതിന്റെ കണ്ണിയാണ് വി ശിവൻകുട്ടി എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തീർച്ചയായും പരാജയ വികസന പ്രവർത്തനങ്ങളും നാം തുടങ്ങി വെച്ച പ്രക്രിയയും പൂർത്തീകരിക്കാൻ ഇവിടെ അനിവാര്യമാണ്. ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിലേക്ക് അനുവാദിക്കുന്ന നക്ഷത്ര മലയാളത്തിൽ വി ശിവൻകുട്ടിയെ വീണ്ടും നമ്മുടെ MLA ആയി നമ്മുടെ മനുഷ്യസ്നേഹിയായിട്ടുള്ള അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഈ കമ്മിറ്റിയും ഈ പ്രവർത്തനവും ഞാനും നിങ്ങളും വരുന്ന 1-2 ആഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ അതിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ നേരിന്റെ ആളുകളായിരിക്കണമെന്ന് കൂടി ചേർത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇത് പങ്കെടുത്ത മുഴുവൻ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പേരിലും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്നിവിടെ പങ്കെടുത്ത എല്ലാവരും ചേർന്ന ജനറൽ കമ്മിറ്റി, അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഷാൻ